വാദിയായി എന്ന് ജയിക്കിന് നിലപാടുണ്ടോ? ആ കത്താണ് യോഗി ആദിത്യനാഥ് ഒരു തികഞ്ഞ മതേതരവാദിയായി എന്ന നിലപാട് ജയിക്കുന്നുണ്ടോ? അതിന് എന്റെ പേര് DK ശിവകുമാർ എന്നോ ഇമ്രാൻ മസൂദ് എന്നോ അല്ല. ആങ്കർ അത് മനസ്സിലാക്കിക്കോ. നല്ല ഈഗോ ഉണ്ടല്ലേ ആവശ്യത്തിന്. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കത്തിൽ തന്നെ RSSകാരനായ ഒന്നാന്തരം വർഗീയവാദിക്ക് പോലും കേരളത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഒന്നാന്തരം വർഗീയവാദി എന്തുകൊണ്ടാണ് LDF നയിക്കുന്ന സംസ്ഥാന സർക്കാർ ക്ഷണിക്കുന്നത്? ശ്രീ ജെയ്സി തോമസ്, തൂക്കിയല്ലോ നാഥ. ഏതാണ് ഒന്നാം നമ്പർ വർഗീയവാദിയെ എന്തുകൊണ്ടാണ് CPM നയിക്കുന്ന ഒന്നാം നമ്പർ വർഗീയവാദിയെ CPM നയിക്കുന്ന LDF സർക്കാർ നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ പങ്കെടുക്കുന്ന പരിപാടിയിൽ അദ്ദേഹത്തെ കേരളത്തിലേക്ക് ക്ഷണിച്ച് സർവധർമ്മ സമഭാവനയുടെ മണ്ണിൽ നിങ്ങൾ അതിന് വിരുദ്ധനാണെന്നും ഒന്നാം നമ്പർ വർഗീയവാദിയാണെന്നും ആക്ഷേപിക്കുന്ന ഒരാളെ ആ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് എന്തിനാണ്? ജയ്ക്ക്, ഹലോ, കേൾക്കുന്നില്ല. അവിടെ അങ്ങ് മനസ്സിലാക്കേണ്ടത് ഇത് CPIM സംഘടിപ്പിച്ച മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു സംഗമവേദിയോ സമ്മേളനമോ അല്ല. ലാൽ സലാം സഖാവേ. എടോ തിരുമണ്ട, അന്നെയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് കണ്ട ചാനലുകാരുടെ മുന്നിൽ വിഡിത്തം വിളമ്പി ആളാവാനല്ലടോ. തന്റെ വിവരമില്ലായ്മയ്ക്ക് ഞാനും കൂടി സമാധാനം പറയണോടോ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പരിപാടി പ്രഖ്യാപനമോ അതിന്റെ പ്രായോഗികമായ ഒത്തുചേരലോ ആയിരുന്നില്ല. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്പോൺസർ ചെയ്ത് നടപ്പിലാക്കിയ പമ്പയുടെ മണൽപ്പരപ്പിലെ ഒരു സംഗമമായിരുന്നില്ല. ഇത് ഇന്ത്യയിലെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ അഭിമാന കേന്ദ്രമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടത്തപ്പെട്ട ആഗോള അയ്യപ്പ സംഗമമാണ്. ഞാൻ ഓരോ മണ്ടത്തരം പറയും, അതും കേട്ട് വള്ളി പിടിച്ചോണ്ട് വരലാണ് അവന്റെ മെയിൻ പരിപാടി. അതിലേക്കാണ് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള പഴയ ABVP കാരനല്ലേ റേവന്ത് റെഡ്ഡി. അയാളെ ക്ഷണിച്ചില്ല. നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചിരുന്നില്ല? ഈ യോഗി ആദിത്യനാഥിന് ജയ് വിളിക്കുന്ന ആളല്ലേ കർണാടക ഭരിക്കുന്നത്, അവരെ നിങ്ങൾ എന്തിനു ക്ഷണിച്ചു എന്ന് ആങ്കർ എന്തുകൊണ്ട് ചോദിച്ചില്ല? അപ്പോ യോഗി ആദിത്യനാഥിനെയും MK സ്റ്റാലിനെയും രേവന്ത് റെഡ്ഡിയെയും കർണാടക മുഖ്യമന്ത്രിയെയും ഒക്കെ നിങ്ങൾ ഒരേ നിലയ്ക്ക് തന്നെയാണോ രാഷ്ട്രീയമായി കാണുന്നത്? ശ്രീ ജെയ്സി തോമസ്, പറഞ്ഞു കണകുണ ചോദ്യങ്ങളും ചോദിക്കരുത്. ദേവസ്വം ബോർഡ് എന്താണ്? ദേവസ്വം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സംവിധാനമാണ്. മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയാണ്. CPMന്റെ ഇടത് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയാണ്. യോഗി ആദിത്യനാഥ് ആ വേദിയിൽ വന്നിരുന്നെങ്കിൽ മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ട് സർവധർമ്മ സമഭാവനയെ പറ്റി സംസാരിക്കുമായിരുന്നോ യോഗി? രാഷ്ട്രീയമൊന്നുമില്ലേ ജെയ്ക്ക്? അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ശബരിമലയിലേക്ക് എത്തിയ ഭക്തന്മാരുടെ ആഗോള സംഗമം എന്ന നിലയിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത്. അതിൽ വിശ്വാസധാരയിൽ രാഷ്ട്രീയ വിശ്വാസം പല രൂപത്തിൽ ഉയർത്തിപ്പിടിക്കുന്നവരുണ്ടാകാം. അവരിൽ ഇതിൽ RSS ഉണ്ടോ? ഇതിൽ കോൺഗ്രസ് ഉണ്ടോ? പകൽ കോൺഗ്രസ് ആയും രാത്രി RSS ആയും പ്രവർത്തിക്കുന്ന മറ്റു ചില പ്രത്യേക അവതാരങ്ങളുണ്ടോ? ഇതൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. നിങ്ങൾ അയ്യപ്പ വിശ്വാസിയെങ്കിൽ ശബരിമലയിലൂടെ കേരളം ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയെ നിങ്ങൾ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ക്ഷണം. അങ്ങനെയാണോ സ്വീകരിച്ച സമീപനം എന്ന് പറഞ്ഞാൽ CPM രാഷ്ട്രീയമായി ഒന്നാം നമ്പർ വർഗീയവാദിയാണെങ്കിലും ഒന്നാം നമ്പർ മതവിരുദ്ധനാണെങ്കിലും ഒന്നാം നമ്പർ മനുഷ്യവിരുദ്ധനാണെന്നൊക്കെ നിങ്ങൾ ആക്ഷേപിക്കുന്നവർക്ക് അയ്യപ്പ സംഗമത്തിലേക്ക് സ്വാഗതം എന്നാണോ ഇടത് സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ മന്ത്രി VN വാസവനാണ് അയച്ച കത്ത്? അല്ലാതെ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ അയച്ച കത്തല്ല. അങ്ങനെയാണ് നിലപാടെങ്കിൽ ഓക്കെ.